നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മച്ച് മോർ ആൻഡ് മച്ച് ലെസ് എന്നുള്ള എക്സ്പ്രഷനെ പറ്റിയാണ്. നമുക്കതെന്താണെന്ന് നോക്കാം. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് എക്സ്പ്രഷനുകളാണ് മച്ച് മോറും മച്ച് ലെസ്സും. നിങ്ങൾ പലരും കോൺവെർസേഷനുകളിലൊക്കെ ഈ ഒരു എക്സ്പ്രഷൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് കിടക്കാം. വി ഹാവ് സം ഫുഡ് ഫോർ ദ പാർട്ടി, വി നീഡ് മച്ച് മോർ. അതായത് പാർട്ടി നടത്തുന്ന ഒരാൾ പറയുകയാണ് വി ഹാവ് സം ഫുഡ് ഫോർ ദ പാർട്ടി, നമുക്ക് പാർട്ടിക്ക് കുറച്ച് ഫുഡുണ്ട്, വി നീഡ് മച്ച് മോർ. അതായത് നമുക്ക് കൂടുതൽ ഫുഡ് ഇനിയും വേണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വി നീഡ് മച്ച് മോർ. അതായത് മച്ച് മോർ അവിടെ കൊടുത്തിരിക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ വളരെ കൂടുതൽ, അതായത് ഓൾറെഡി അവിടെ ഫുഡുണ്ട്, പക്ഷേ അത് പോരാ, ഇനിയും വളരെ കൂടുതൽ ഫുഡ് വേണം എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ അവിടെ ചേർത്തിരിക്കുന്നത്. അതായത് കൂടുതൽ ഫുഡ് വേണം എന്നതിനെ എംഫസൈസ് ചെയ്ത് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ മച്ച് മോറിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹീ ഗോട്ട് സം സ്ലീപ്പ് ബട്ട് ഹീ നീഡ് മച്ച് മോർ. അതായത് ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ പറ്റി പറയുകയാണ്. അപ്പം അവർക്ക് അതായത് സിറ്റുവേഷൻ പറഞ്ഞാൽ അവർ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, അദ്ദേഹം ഫുൾ ടൈം വർക്കായിരുന്നു. അപ്പം മറ്റേ സുഹൃത്ത് പറയുകയാണ് ഹീ ഗോട്ട് സം സ്ലീപ്പ്, അദ്ദേഹത്തിന് കുറച്ച് ഉറക്കം മാത്രമേ കിട്ടിയുള്ളൂ, ബട്ട് ഹീ നീഡ് മച്ച് മോർ. അതായത് അദ്ദേഹത്തിന് നല്ല ഉറക്കം വേണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഹീ നീഡ് മച്ച് മോർ. അതായത് കുറച്ച് ഉറക്കമേ കിട്ടിയുള്ളൂ, പക്ഷേ അദ്ദേഹത്തിന് നല്ല ഉറക്കം വേണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഉറക്കം വേണമെന്ന് അവിടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് മച്ച് മോർ ചേർത്ത്. അപ്പോൾ നല്ല ഉറക്കം വേണമെന്നാണ് അവിടെ മച്ച് മോർ കൊടുക്കുന്ന ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. അവർ ഏരിയ ഗോട്ട് സം റെയിൻ ലാസ്റ്റ് നൈറ്റ് ബട്ട് ഇറ്റ് നീഡ്സ് മച്ച് മോർ. അതായത് ഞാനിങ്ങനെ പറയുകയാണ്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് മഴ പെയ്തു, അതാണ് എഴുതിയിരിക്കുന്നത്. അവർ ഏരിയ ഗോട്ട് സം റെയിൻ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ഏരിയയിൽ മഴ പെയ്തു, ബട്ട് ഇറ്റ് നീഡ് മച്ച് മോർ. പക്ഷേ കൂടുതൽ മഴ പെയ്യേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. കാരണം ഞങ്ങളുടെ ഏരിയയിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നല്ലൊരു മഴ പെയ്താൽ മാത്രമേ ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ് ബട്ട് ഇറ്റ് നീഡ് മച്ച് മോർ. അതായത് കുറച്ച് മഴ പെയ്താൽ പോരാ, നല്ല രീതിയിൽ മഴ പെയ്യണം എന്ന് ഞാൻ അവിടെ എംഫസൈസ് ചെയ്ത് പറയുകയാണ് മച്ച് മോർ ചേർത്ത്. അപ്പോൾ മച്ച് മോറിൻ്റെ ആശയം പിടികിട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഷീ ഡിഡ് എ ലോട്ട് ഓഫ് വർക്ക് യെസ്റ്റർഡേ, ഷീ വിൽ ഡു മച്ച് മോർ ടുഡേ. അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറയുകയാണ്. എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസവും ഭയങ്കര വർക്കായിരുന്നു, ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും അവൾക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഷീ ഡിഡ് ലോട്ട് ഓഫ് വർക്ക് യെസ്റ്റർഡേ, അവൾ ഇന്നലെ തന്നെ ഒരുപാട് വർക്ക് ചെയ്തു. ഷീ വിൽ ഡു മച്ച് മോർ ടുഡേ, ഇന്നും അവൾ ഒരുപാട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ മച്ച് മോർ, ഇന്നും ഒരുപാട് വർക്ക് ചെയ്യും, ഇന്നും വളരെയധികം വർക്ക് ചെയ്യും എന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. എ ടെസ്ല കോസ്റ്റ് മച്ച് മോർ ദാൻ എ ടൊയോറ്റ. ടെസ്ല എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കും. ടെസ്ല കാർ കമ്പനിയില്ലേ, ടെസ്ല, ഇലോൺ മസ്കിൻ്റെ. അപ്പോൾ ആ കാറാണ്. അപ്പോൾ ആ കാറ് ടെസ്ല ടെസ്ല കോസ്റ്റ് മച്ച് മോർ ദാൻ എ ടൊയോറ്റ. അതായത് ടെസ്ലയുടെ കോസ്റ്റ്, അതിൻ്റെ വില മച്ച് മോർ ദാൻ എ ടൊയോറ്റയെക്കാട്ടിലും വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് ടെസ്ലയുടെ കാറിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ നല്ല പ്രൈസാണ്, ഭയങ്കര വിലയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ടൊയോറ്റയെക്കാട്ടിലും വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് ആ പ്രൈസ് കാണുമ്പോൾ തന്നെ അറിയാം, ടെസ്ലയുടെയൊക്കെ പ്രൈസ് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര റേറ്റാണ് അവരുടെ വണ്ടികൾക്ക്. അപ്പോൾ വളരെ കൂടുതലാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. എംഫസൈസ് ചെയ്ത് പറയുകയാണ് ടെസ്ലയുടെ വില ടൊയോറ്റയെക്കാട്ടിലും വളരെ കൂടുതലാണ് എന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. എ ടൊയോറ്റ കോസ്റ്റ് മച്ച് ലെസ് ദാൻ എ ടെസ്ല. അതായത് ആ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ മച്ച് ലെസ് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ടൊയോറ്റയുടെ വില ടെസ്ലയെക്കാട്ടിലും വളരെ കുറവാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിനെ തിരിച്ചെഴുതിയിരിക്കുന്നു മച്ച് ലെസ് ചേർത്ത്. എ ടൊയോറ്റ കോസ്റ്റ് മച്ച് ലെസ് ദാൻ എ ടെസ്ല. ടൊയോറ്റയുടെ വില ടെസ്ലയെക്കാട്ടിലും
വളരെ കുറവാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ മച്ച് ലെസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മച്ച് ലെസ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കുറവാണെന്നുള്ള ലെസ് എന്നുള്ള ആ വേർഡിനെ തന്നെ എംഫസൈസ് ചെയ്യുകയാണ് ഈ മച്ച് എന്നുള്ള വേർഡ്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നുന്നു മച്ച് ലെസ് വളരെ കുറവാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മച്ച് ലെസ് ചേർത്തിരിക്കുന്നത്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. എ ടെസ്ല ഈസ് മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ എ ടൊയാറ്റോ. അതേ സെൻറ്റൻസ് തന്നെയാണ്, ഞാൻ എക്സ്പെൻസീവ് ചേർത്തിരിക്കുന്നേ ഉള്ളൂ. എ ടെസ്ല ഈസ് മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ എ ടൊയാറ്റോ. ഒരു ടെസ്ലയുടെ കാറ് ടൊയാറ്റയെക്കാട്ടിലും വളരെ എക്സ്പെൻസീവാണ്, വളരെ വില കൂടിയതാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷനാണ് മച്ച് മോറും മച്ച് ലെസ്സും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കത്തുള്ളൂ. അപ്പോൾ ആ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. എ ടൊയാറ്റോ ഈസ് മച്ച് ചീപ്പർ ദാൻ ടെസ്ല. അതായത് മച്ച് ലെസ്സിന് പകരം നമുക്ക് മച്ച് ചീപ്പർ ഉപയോഗിക്കാം. അതും ഒരു എക്സ്പ്രഷനാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങൾ കേൾക്കാറുള്ളതാണ്. എ ടൊയാറ്റോ ഈസ് മച്ച് ചീപ്പർ ദാൻ ടെസ്ല. ടൊയാറ്റോയുടെ വില, അതായത് ടൊയാറ്റോ ടെസ്ലയെക്കാട്ടിലും വളരെ ചീപ്പ് പ്രൈസാണ് എന്ന് പറഞ്ഞ് എന്നൊരാശയമുള്ള സെൻറ്റൻസാണ് ഇത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ മച്ച് ചീപ്പർ, മച്ച് ബിഗ്ഗർ, മച്ച് ഓൾഡർ, മച്ച് വൈസർ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതിനെ പറ്റിയൊക്കെ ഞാൻ ക്ലാസ്സുകൾ എടുക്കാം. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. They asked for more help but they received much less than they needed. അവർ ഒരുപാട് സഹായത്തിന് വേണ്ടി ചോദിച്ചു, ബട്ട് ദേ റിസീവഡ് മച്ച് ലെസ് ദാൻ ദേ നീഡഡ്. പക്ഷേ അവർക്ക് ആവശ്യത്തിനും വളരെ കുറച്ച് സഹായമാണ് ലഭിച്ചത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിലും വളരെ കുറവ് സഹായമാണ് ലഭിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് ലെസ് ചേർത്തിരിക്കുന്നത്. അതായത് വളരെ കുറവാണ് ലഭിച്ചത് എന്ന് എംഫസൈസ് ചെയ്ത് പറയുകയാണ് മച്ച് ലെസ് എന്നുള്ള എക്സ്പ്രഷൻ ചേർത്ത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. മൈക്ക് മെയ്ഡ് ലോട്ട്സ് ഓഫ് മണി ലാസ്റ്റ് വീക്ക്. ഹീ മെയ്ഡ് മച്ച് ലെസ് ദിസ് വീക്ക്. അതായത് മൈക്ക് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ലാസ്റ്റ് വീക്കിൽ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഹീ മെയ്ഡ് ലെസ് ദിസ് വീക്ക്. ഈ വീക്കിൽ, ഈ ആഴ്ചയിൽ അദ്ദേഹം വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വളരെ കുറച്ചേ അദ്ദേഹം ഈ ആഴ്ച ഏൺ ചെയ്തുള്ളൂ എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ മച്ച് ലെസ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മച്ച് മോറും മച്ച് ലെസ്സും ഞാൻ എംഫസൈസ് ചെയ്ത് പറയുകയാണ്. ആ പറയുമ്പോൾ തന്നെ ആ രാശി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നു വിചാരിക്കുന്നു. ആ സംഭാഷണത്തിൻ്റെ ശൈലി. മൈക്ക് മെയ്ഡ് ലോട്ട്സ് ഓഫ് മണി ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച മൈക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി. ഹീ മെയ്ഡ് ലെസ് ദിസ് വീക്ക്. ഈ ആഴ്ച അദ്ദേഹം വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വളരെ കുറവാണ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ മച്ച് ലെസ് ചേർത്ത് ഞാൻ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഫൈൻഡ് എ ന്യൂ സിസ്റ്റം മച്ച് മോർ കൺവീനിയൻറ്റ്. അതായത് എൻ്റെ ഓഫീസിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഫൈൻഡ് ദ ന്യൂ സിസ്റ്റം മച്ച് മോർ കൺവീനിയൻറ്റ്. അതായത് പുതിയ സിസ്റ്റം പഴയ സിസ്റ്റത്തെക്കാട്ടിലും വളരെ ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാനവിടെ സിറ്റുവേഷൻസ് ഒന്നും എഴുതിയില്ല. അപ്പോൾ സിറ്റുവേഷൻസ് ഇതായിരിക്കും. ഞാൻ മച്ച് മോർ കൺവീനിയൻറ്റ് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു സിസ്റ്റമുണ്ട്. പക്ഷേ പുതിയ സിസ്റ്റം എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന സിസ്റ്റത്തിനെക്കാട്ടിലും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനത് എക്സ്പ്രസ് ചെയ്ത് പറയുകയാണ് മച്ച് മോർ ചേർത്ത്. ഐ ഫൈൻഡ് ന്യൂ സിസ്റ്റം മച്ച് മോർ കൺവീനിയൻറ്റ്. അതായത് പുതിയ സിസ്റ്റം നല്ല കൺവീനിയൻ്റ് ആണെന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ കാൺ സ്റ്റാൻഡ് മച്ച് മോർ ഓഫ് ദിസ്. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നൊരു എക്സ്പ്രഷനാണിത്. അതായത് എനിക്കിതിൽ കൂടുതൽ കേട്ട് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിതിൽ കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയാറുള്ള ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ കാൺ സ്റ്റാൻഡ് മച്ച് മോർ ഓഫ് ദിസ്. അതായത് എനിക്കിത് കണ്ടുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിത് കേട്ടുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത് ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് ഇത് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊരു ആ ഒരു ആശയത്തെ എംഫസൈസ് ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നൊരു സെൻറ്റൻസാണ്. സീരിയൽസിലും നോവൽസിലും മൂവീസിലൊക്കെ കാണുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവുക.
ചിൽഡ്രൻസ് ടി വി നൗവേഡേയ്സ് ഈസ് മച്ച് മോർ എൻ്റർടൈനിങ്. അതായത് ചിൽഡ്രൻസ് ടി വി സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ പറയുകയാണ് ചിൽഡ്രൻസ് ടി വി, അതായത് അതിലെ ചിൽഡ്രൻസ് ടി വിയിലെ പ്രോഗ്രാമുകൾ നൗവേഡേയ്സ് ഈയിടെയായിട്ട് ഈസ് മച്ച് മോർ എൻ്റർടൈനിങ്, വളരെ എൻ്റർടൈനിങ് ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വളരെ എൻ്റർടൈനിങ് ആണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ അദ്ദേഹം മച്ച് മോർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെയധികം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം അതിൽ പ്രോഗ്രാമിൻ്റെ വ്യത്യാസമൊക്കെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈയിടെയായിട്ട് ചിൽഡ്രൻസ് ടി വിയിലെ പ്രോഗ്രാമും വളരെയധികം എൻ്റർടൈനിങ് ആണെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹൗ മച്ച് മോർ ഡു യു എക്സ്പെക്റ്റ് ഫ്രം മീ? അതായത് ഒരാളോട് ചോദിക്കുകയാണ് എത്രയധികം നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം എന്തുമാകാം. പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയാൻ നമ്മൾ ഒരാളോട് ചോദിക്കത്തില്ലേ, നീ എന്നിൽ നിന്ന് എന്തുമാത്രം പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറുണ്ട്. ഹൗ മച്ച് മോർ ഡു യു എക്സ്പെക്റ്റ് ഫ്രം നീ എന്നിൽ നിന്ന് എത്രയധികം പ്രതീക്ഷിക്കുന്നു, എത്രമാത്രം പ്രതീക്ഷിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം എത്രയധികം എത്രമാത്രം എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹൗ മച്ച് മോർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഹൗ മച്ച് മോർ എന്നുള്ളൊരു കോമ്പിനേഷൻ ഓർത്ത് വെച്ചിരിക്കുക, സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പല സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഞാനൊരു പോസിറ്റീവ് സിറ്റുവേഷൻ പറഞ്ഞതേ ഉള്ളൂ. നെഗറ്റീവ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് നമ്മളൊരാൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം പിന്നെയും നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് ഭാവത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹൗ മച്ച് ഡു യു എക്സ്പെക്റ്റ് ഫ്രം മീ, എന്നിൽ നിന്ന് എത്രയധികം പ്രതീക്ഷിക്കുന്നു നെഗറ്റീവ് ഭാവത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇത് ചോദിക്കാൻ ഹൗ മച്ച് ഡു യു എക്സ്പെക്റ്റ് ഫ്രം മീ, നീ എത്രയധികം പ്രതീക്ഷിക്കുന്നു, എത്രമാത്രം പ്രതീക്ഷിക്കുന്നു പോസിറ്റീവ് രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ചോദിക്കാറുണ്ട്. സിറ്റുവേഷൻസ് പലതാകാം. അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഹൗ മച്ച് മോർ ഡു വി ഹാവ് ടു പേ ഫോർ ഫുഡ്? അതായത് ഫുഡിന് വേണ്ടി ഞങ്ങൾ എന്തുമാത്രം ക്യാഷ് പേ ചെയ്യണം എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഫുഡിൻ്റെ പ്രൈസ് ഈയിടെയായിട്ട് വളരെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ മെനു കണ്ടിട്ട്, ആ ഫുഡിൻ്റെ മെനു കണ്ടിട്ട്, ഹോട്ടലിൽ പോയ ഒരാൾ ആ മെനു കണ്ടിട്ട് അയാളിങ്ങനെ പറയുമാണ് ഹൗ മച്ച് ഡു വി ഹാവ് ടു പേ ഫോർ ഫുഡ്, നമ്മൾ എന്തുമാത്രം ക്യാഷ് ഈ ഫുഡിന് കൊടുക്കണം എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്തുമാത്രം, എത്രയധികം എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ലൈക്ക് സ്വീറ്റ്സ് ബട്ട് ഐ ലൈക്ക് ചോക്ലേറ്റ് മച്ച് മോർ. എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണ്, ബട്ട് ഐ ലൈക്ക് ചോക്ലേറ്റ് മച്ച് മോർ, എന്നാൽ എനിക്ക് ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് സ്വീറ്റ്സിനെക്കാട്ടിൽ എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടമെന്നാണ് എൻ്റെ ബിഹൈൻഡിലുള്ള ആശയം. അപ്പോൾ എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണ്, ബട്ട് ഐ ലൈക്ക് ചോക്ലേറ്റ് മോർ, എനിക്ക് ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഹൗ മച്ച് മണി ഡു വി നീഡ് ടു ഫണ്ട് ദ പ്രോജക്റ്റ്? ഹൗ മച്ച് മോർ മണി ഡു വി നീഡ് ടു ഫണ്ട് ദ പ്രോജക്റ്റ്? അതായത് പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തിലെ ഒരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ പറയുകയാണ് ഹൗ മച്ച് മോർ മണി ഡു വി നീഡ് ടു ഫണ്ട് ദ പ്രോജക്റ്റ്? അതായത് പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങൾ എത്ര പണം ചിലവാക്കേണ്ടി വരും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓൾറെഡി തന്നെ അവിടെ ആ പ്രോജക്റ്റിന് വേണ്ടി അവർ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ചോദിക്കുകയാണ് ഹൗ മച്ച് മോർ, എത്രയധികം, എത്രയധികം ക്യാഷ് ഇനി ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എത്രയധികം, എന്തുമാത്രം പൈസ ഇനിയും വേണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹൗ മച്ച് മോർ ചേർത്തിരിക്കുന്നത്. അത് എത്രയധികം ഇനിയും വേണം, അത് എംഫസൈസ് ചെയ്ത് ചോദിക്കുകയാണ്. ഇനിയും എത്രയധികം ക്യാഷ് വേണം. ഓൾറെഡി അവർ പൈസ കുറേ ചിലവാക്കി, എന്നിട്ട് ആ പ്രോജക്റ്റ് നടത്തുന്നവരോട് ചോദിക്കുകയാണ് ഇനി എന്തുമാത്രം വേണം എന്ന്. ക്യാഷ് ചിലവാക്കുന്ന ആൾ ചോദിക്കുകയാണ് ഇനി എന്തുമാത്രം അധികം ക്യാഷ് വേണം എന്ന് അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത് എന്തുമാത്രം, എത്രയധികം ഇനിയും വേണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹൗ മച്ച് മോർ മണി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹൗ മച്ച് മോർ ഷുഗർ ഈസ് നീഡഡ് ഫോർ ദിസ് റെസിപ്പി? ഇതും അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് കുക്ക് ചെയ്യുന്ന രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഹൗ മച്ച് മോർ ഷുഗർ ഈസ് നീഡഡ് ഫോർ ദിസ് റെസിപ്പി? ഈ റെസിപ്പിക്ക്, ഈ പാചകത്തിന് എന്തുമാത്രം ഷുഗർ ഇനിയും വേണം എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓൾറെഡി ഷുഗർ ഇട്ടു, ഇനി എത്രയധികം വേണമെന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഹൗ മച്ച് മോർ ഷുഗർ ഈസ് നീഡഡ് ഫോർ ദിസ് റെസിപ്പി? എത്രയധികം ഷുഗർ ഇനിയും വേണം എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഷുഗർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അത് മതിയായില്ല. അപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾ ചോദിക്കുകയാണ് ഹൗ മച്ച് മോർ ഷുഗർ ഈസ് നീഡഡ് ഫോർ ദിസ് റെസിപ്പി? ഈ ഷുഗർ ഇനിയും എന്തുമാത്രം ഷുഗർ ഈ റെസിപ്പിക്ക് വേണം എന്ന് ചോദിക്കുന്നൊരു
ക്വസ്റ്റ്യനാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മച്ച് മോറിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹൗ മച്ച് മോർ ഡു യു വാണ്ട് ഫ്രം മീ? ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഡു യു എക്സ്പെക്റ്റ് ഫ്രം മീ എന്ന അതേ ആശയം തന്നെയാണ്. ഹൗ മച്ച് മോർ ഡു യു വാണ്ട് ഫ്രം മീ? ഇത് ഞാൻ പറഞ്ഞതിലൂടെ സിറ്റുവേഷൻസ് പലതാകാം. നീ എന്നിൽ നിന്ന് എന്തുമാത്രം എത്രയധികം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്ന അതേ ആശയമാണ്. സിറ്റുവേഷൻ എന്തോ ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സാഹചര്യത്തിനനുസരിച്ച് അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഇറ്റ് കോസ്റ്റ് മച്ച് ലെസ് ടു ഗോ ബൈ ബസ്. അതായത് ബസ്സിൽ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞതാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇറ്റ് കോസ്റ്റ് മച്ച് ലെസ് ടു ഗോ ബൈ ബസ്. അതായത് ഒരാൾ പറയുന്നതാണ്, ബസ്സിൽ പോകാൻ തീരുമാനിച്ച ഒരാൾ പറയുന്നതാണ്, ബസ്സിൽ പോകുന്നത് വളരെ ചിലവ് കുറവാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇറ്റ് കോസ്റ്റ് മച്ച് ലെസ് ടു ഗോ ബൈ ബസ്. ബസ്സിൽ പോകുന്നത് വളരെ ചിലവ് കുറവാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. മച്ച് ലെസ് വെച്ചുള്ള ഷീ ഏറ്റ് മച്ച് ലെസ് ദാൻ യൂഷ്വൽ ഫോർ ഡിന്നർ. അതായത് അവൾ സ്ഥിരമായി ഡിന്നർ കഴിക്കുന്നതിനെക്കാട്ടിൽ വളരെ കുറച്ചാണ് കഴിച്ചത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഷീ ഏറ്റ് മച്ച് ലെസ് ദാൻ യൂഷ്വൽ ഫോർ ഡിന്നർ. അവൾ ഡിന്നർ സ്ഥിരമായി കഴിക്കുന്നതിനെക്കാട്ടിൽ വളരെ കുറച്ചാണ് ഇപ്പോൾ കഴിച്ചത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ മച്ച് മോറും മച്ച് ലെസ്സും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഇപ്പം ഞാൻ ഇന്ന് എടുത്ത എക്സാമ്പിൾ സെൻറ്റൻസുകൾ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് പിടികിട്ടും മച്ച് മോറും മച്ച് ലെസ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.